ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു വ്ളോഗ് വരാറുണ്ട്. സോ ഞാൻ 2 ദിവസം കൊച്ചിയിലായിരുന്നു. അത് 2 ദിവസം കൊച്ചിയിൽ പോയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കാട്ടാളം മൂവിക്കൊക്കെ പോയിരുന്നു, അങ്ങനെയൊക്കെ പോയിരുന്നു. അത് ചെറിയൊരു ഇതായിരുന്നു. കാട്ടാളം മൂവിനെ പിന്നെ എനിക്ക് പറയാൻ താല്പര്യമില്ല, എന്തൊക്കെയോ നടന്ന പിന്നെ മറ്റേ BGM ഇതൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് കാണാൻ കാണുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ അതല്ല പറയാൻ വന്നത്. കാട്ടാളം മൂവി അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സംഭവം, അതായത് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പടം. ഞാൻ ഇന്ന് രാവിലെയാണ് ഉച്ചയ്ക്ക് തോന്നുന്നത്, ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ വീട്ടിലേക്ക് പോരാൻ നേരത്ത് ഞാൻ സ്റ്റോറി നോക്കിയപ്പോഴത്തേക്കും ബ്ലാസ്റ്റ് എന്ന് പറയുന്ന മൂവി ഷസാം ബ്രോ നല്ല കിടുപ്പടം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും 9.1 സ്റ്റാറിങ് ഒക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്, ബുക്ക് മൈ ഷോക്കകത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എറണാകുളത്തെങ്ങും പടയില്ല. അപ്പോൾ ഞാൻ അതിന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ചായ കുടിക്കാൻ റീൽ നോക്കിയപ്പോൾ ഇപ്പോൾ വീണ്ടും പടത്തിനെ പറ്റി പറയണം ആൾക്കാരൊക്കെ. ഭയങ്കര കിടിലം പടമാണോ അതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടൊക്കെ പറയണേ. അപ്പം ഞാൻ ഓർത്ത് വൈ ഷുഡ് എന്തുകൊണ്ട് പൊക്കോളെന്ന് വെച്ചാൽ ഒറ്റ മൈൻഡ് ഒന്നും തീരുമാനിച്ചത്. ഞാൻ നേരെ ഡിസ്ട്രിക്ട് 7 അപ്പുറത്തേക്കും പാൻ സിനിമാസ് നമ്മുടെ ആലപ്പുഴയിലുണ്ട്. അപ്പോൾ അവിടെ നേരെ ബുക്ക് ചെയ്ത് 7 രൂപയാണ് പടം. ഞാനുണ്ട് 2 കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഒന്നും നോക്കില്ല, ഒറ്റ മൈൻഡ് കാണാൻ തോന്നി ഒന്നും നോക്കില്ല, അപ്പം തന്നെ ബുക്ക് ചെയ്ത് നേരെ പോവുകയാണ്. പക്ഷേ ഒറ്റ പ്രശ്നമില്ല, ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷമാണ് അവന്മാരൊക്കെ ഞാൻ ചോദിച്ചത്. ഞാൻ ഒറ്റക്കാരുന്നല്ല ബുക്ക് ചെയ്ത്, ഒറ്റ മൈൻഡ് ചെയ്തിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്തത്. പിന്നെ അവന്മാരും വന്നെന്ന് പറഞ്ഞത്. സോ അവന്മാരും വേറെ, ഞാൻ വേറെ ഇരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോകാൻ. ഒറ്റ മൈൻഡ് കാണാൻ പോകുന്നു, എന്താകും എങ്ങനെയാണെന്ന് അറിയാമില്ല. കാണണമെന്ന് തോന്നി അങ്ങനെ പോയിരുന്നു. ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കുന്നില്ല. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഒടുക്കത്തെ ബ്ലോക്ക് ഞാൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയാന്ന് പയ്യ നടന്ന്. നമ്മൾ കാറാണ് വന്നത്. പക്ഷെ ഒടുക്കത്തെ ബ്ലോക്ക് ആയത് കാരണം ഞാൻ ഇറങ്ങി നടന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് ചായ എന്തെങ്കിലും കുടിക്കണം. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല, വിശക്കമുണ്ട്. വീട്ടിൽ വന്ന് കഴിക്കാൻ നിന്നപ്പോഴത്തേക്കുമാണ് അമ്മ നാമം ചൊല്ലിക്കൊണ്ട് കഴിക്കാനൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇവിടെ പറ്റിയ കടയിൽ നിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അകത്തേക്ക് കയറാമെന്ന് കൂടെ. ഞാനെന്തായാലും അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അവരെന്തെങ്കിലും വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അകത്ത് കയറി സീറ്റ്, എൻ്റെ സീറ്റും കയറില്ല. അപ്പോൾ അവരെന്തെങ്കിലും വരുമ്പോൾ തുടങ്ങിയതെന്നൊക്കെ നോക്കി വിളിച്ചു പറയാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും അകത്ത് കയറിയിട്ട് വരാം, കണ്ടിട്ട് കഴിഞ്ഞിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, ഇന്നലെ മൂവിയും കണ്ടു കഴിഞ്ഞ് വന്നത് എനിക്ക് രാത്രിക്ക് തന്നെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനെ പറ്റി എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടന്നില്ല, ബിക്കോസ് ഉറങ്ങിപ്പോയി. പടം കഴിഞ്ഞ് വന്നത് മഴയൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോയി. അതാണ് വന്ന് നേരെ ഉറങ്ങാനായിരുന്നു. 1-2 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അതാണ്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ റിവ്യൂ ടൈമിലേക്ക് കിടക്കാം. പക്ഷേ എനിക്ക് ആ റിവ്യൂ പറയുന്ന മുമ്പ് ഒരു കാര്യം പറയണം. എൻ്റെ പൊന്നു സീരിയസ്ലി ഞാൻ പറയാമല്ല, ഇന്നലെ ഏറ്റവും വേസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുക. അതായത് പടത്തിൻ്റെ അല്ല, ഈ ഞാനിരുന്ന സീറ്റിന് നേരെ ബാക്കിൽ കുറേ മലരുകൾ വന്നിരുന്നു. കോണാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പം ഇപ്പോൾ സിനിമയിൽ ആരെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ പേര് പറയുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആകുമ്പോൾ ഇവരുണ്ടോ അതാണോ ഇതൊക്കെ പറയുമ്പോൾ കുറയ്ക്ക് അതൊക്കെ പറഞ്ഞ് മയില് ചേപ്പിട്ടടിച്ച് കുളിക്കാൻ തോന്നി. അങ്ങനെ കുറേ ഉണ്ട് തിയേറ്ററിൽ ഇത് പറഞ്ഞാൽ ഭയങ്കര ഇതായിപ്പോയി. ഓക്കെ, അതവിടെ കഴിഞ്ഞ് ഇനി ഒരു പ്രാവശ്യം കൂടി എനിക്ക് പോയി കാണാൻ വെച്ചാൽ അത് നല്ല ഇതിൽ പോയിരുന്ന് കാണുന്നതിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ പോയിരുന്ന് കാണുന്നതാണ്. സോ ബ്ലാസ്റ്റ് മൂവി, എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾക്ക് എന്താ പറയുക, കരാട്ടയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് വാച്ച് പാടാണ്. ഒരു എൻ്റെ പൊന്നെ, എനിക്ക് തമിഴ്നാട്ടിൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് പലരും കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ പടത്തിലും. അമ്മാതിരി സാധനം നമ്മളോർക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് പോകുന്ന പടം നിസാര പടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കിടിലം മൂവിയാണ്. കിടിലം ഫൈറ്റ് സീക്വൻസും എല്ലാം ഉണ്ട്. ഒരു രക്ഷയില്ല. അർജുൻ ബ്രോയുടെ അത് നിങ്ങൾ പണ്ട് കാലത്ത് അർജുൻ ബ്രോയുടെ പല പടങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് കണക്റ്റ് ആകും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ എന്ന ആക്ടർ എന്താ പറയുക, പണ്ടത്തെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പണ്ട് ഫൈറ്റിന് പുള്ളിക്കാരൻ മറ്റേ ഫൈറ്റ് പടങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. മങ്കാത്തൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെയാണ് ഇപ്പോൾ അതിനുള്ള ഫൈറ്റിന് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അത് എക്സാക്ട് കാസ്റ്റിംഗ് നല്ല കീഴിലും കാസ്റ്റിങ്. പുള്ളിക്കാരനായിട്ട് വേറെ ആരും നിൽക്കുന്നത് ഇപ്പം ആലോചിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ അതിനകത്ത് വേറെ രണ്ട് ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അഭിരാമിയും പ്രീതി സിംഗ്. അതായത് എനിക്ക് ആ പേര് കിട്ടുന്നില്ല. അത് അർജുൻ്റെ മോളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരാളും. പോലെ ഇത് ചവക്കിങ്ങനെ കയറും. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിയ ചില മലയാളം പടം, അതായത് മലയാളം പടത്തിൽ അതായത് നമ്മൾ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് പോയിട്ട് പടത്തിനകത്ത് കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇതിനകത്ത് കിട്ടും. നമുക്കൊരു സംതൃപ്തി കിട്ടും പടം കണ്ടതിൻ്റെ. അമ്മ രീതിക്ക് സാധനമുണ്ട്. അതായത്
അതിൽ ലേഡി ക്യാരക്ടേഴ്സ് ആണെങ്കിലും വേറെ വേറെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിട്ട് ഓരോരുത്തർ ഒരു സാധനമുണ്ട്, ഓരോരുത്തരുടെ ഓറ കാണിച്ചിരിക്കുന്ന സാധനമുണ്ട്, ഒരു മാസ സാധനമുണ്ട്. ഓവർ ഇതില്ല, ഓവർ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ഓരോരുത്തരെ ഭയങ്കര ഇതായിട്ട് കാണിച്ച് പോകുന്നുണ്ട്. അതായത് വലിയ മാസുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുക, സിമ്പിളായിട്ട് ചെറുതായിട്ട് വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് അങ്ങനെ പോകുന്ന പരിപാടികളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ 2 ലേഡി ക്യാരക്ടേഴ്സും ഒന്നിനൊന്ന് വെച്ചും. നമ്മുടെ അഭിരാമി എന്ന് പറയുന്ന നടിയുണ്ടല്ലോ, ഭയങ്കര കുഞ്ഞു ക്യാരക്ടേഴ്സ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പണ്ട് മുതലുള്ള നടിയാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ പുള്ളിക്കാരത്തെയും ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്ന് ഒരു രക്ഷ വേറെ പീക്ക് ലെവലിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നല്ല എന്താ പറയുക, പിള്ളേരൊക്കെ ഇട്ടിട്ട് പോകുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ ഇല്ല, അവന്മാരൊക്കെയാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടം. വെക്കേഷനൊക്കെ തീരാൻ കുറച്ച് സമയത്തിൽ 12 ദിവസം കൂടി നിങ്ങൾ പെട്ടെന്ന് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ കരാട്ടൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിപ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആവുകയും ചെയ്യും, ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ കരാട്ടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരാട്ടെ പഠിക്കാൻ പോകും. അങ്ങനെ കരാട്ടെ റിലേറ്റഡ് പടമാണ്. അതായത് ഈ ഫാമിലി എന്ന് പറയുന്നത് കരാട്ടയായിട്ട് ഇതായിട്ട് നിൽക്കുന്നൊരു ജോണറിലുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഞാൻ പറയട്ടെ, ഇത് സ്റ്റോറി ലൈൻ നോക്കുകയെന്നുണ്ടെങ്കിൽ വലുതായിട്ട് സ്റ്റോറി ലൈനോ കാര്യങ്ങളൊന്നും ഒരു തേങ്ങയില്ല, വലിയൊരു സ്റ്റോറി ഇല്ല. നമ്മൾ എന്താ പറയുക, ഒരു എന്ത് സാധനം പറ്റില്ല, മറന്നുപോയി, എന്തോ ഒരു സ്റ്റോറി സാധനം ഇല്ല. നിങ്ങൾ വലുതായിട്ട് സ്റ്റോറി ലൈനോ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് പോകുകയൊന്നും വേണ്ട. ഒരു സിമ്പിൾ ഫൈറ്റ് അവിടെ കാണുന്ന രീതിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇതാക്കാൻ പറ്റും. പാട്ടുകൾ വലുതായിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു 1-2 സ്ഥലത്ത് 2 പാട്ടുകളൊക്കെ ഉള്ളു, അത്രയൊക്കെ ഉള്ളു. പക്ഷേ ഒരു സാധനമുണ്ട്, ഒരു മൊമെൻ്റ് ഉണ്ട് ആ പടത്തിനകത്ത്. ഒരു മൊമെൻറ്റ് ഇത് ഇവരുടെ വീട്ടിൽ എനിക്ക് പറഞ്ഞ സ്പോയിലറായി, അപ്പോൾ അതിന് പറയാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം ആരുകാർ സീമനത്ത് എൻ്റെ മോനെ നമുക്ക് കിട്ടുന്നൊരു രോമാഞ്ചിഫിക്കേഷൻ, ഇങ്ങനെ ഗൂസ് പംപ്സ് കയറിട്ടെ നമ്മൾ ഇതായിക്കളയും. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഇത്ര ഇതായിട്ടുള്ളത് കില്ലെന്ന് പറഞ്ഞാൽ പറയില്ലേ, കില്ലിനാണ് നമ്മൾ ഇത്ര ഇതായിട്ട് പോയിട്ട് സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ നിന്ന് കൈയടിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം ഈ റീസെൻ്റ്ലി കിട്ടി വെച്ചിട്ട് അതിപ്പോൾ എന്തൊരു പീക്ക് ലെവൽ പെർഫോമൻസും, എന്തൊരു പീക്ക് ലെവൽ ഫൈറ്റും, എന്തൊരു പീക്ക് ലെവൽ ഗൂസ് പംപ്സ് ലെവൽ, എന്തൊരു ഇങ്ങനെ കയറി വരും. രക്ഷയില്ല. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു അധികം തിയേറ്റേഴ്സ് ഒന്നും ഈ പടം ഇല്ല കേട്ടോ, സീരിയസ്ലി ഇല്ല. സത്യം പറഞ്ഞാൽ കൊച്ചിയിലാണെങ്കിൽ പോലും കുറച്ച് തിയേറ്ററിലേക്ക് 1 ഷോയൊക്കെ ഉള്ളു, 2 ഷോയൊക്കെ ഉള്ളു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ഇത് 9.1 സ്റ്റാറാണ് നമുക്ക് ബുക്ക് മൈ ഷോയ്ക്ക് അത് വന്നിരിക്കുന്നത്. സോ ഇതിന് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഉടനെ തന്നെ ഇത് ഷോസ് കൂട്ടാൻ സാധ്യതയുണ്ട്. ഷോസ് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇനിയിപ്പം ഇന്നൊന്നും ടിക്കറ്റ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അമ്മാരുടെ രീതിക്ക് ബുക്കിംഗ് വന്നിട്ടുണ്ടാവും. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് പറയുന്നത്. പക്ഷേ ഈ പടത്തിന് വലിയൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു, ഒരു തേങ്ങയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് പടം 28-ാം തീയതി റിലീസായി, 29-ാം തീയതി ആയപ്പോഴത്തേക്കും പടത്തിന് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസും ഭയങ്കര പോസിറ്റീവ് ഇത് വേറെ ലെവൽ. എന്നുവെച്ചാൽ അത് പോസിറ്റീവ് പറയാൻ മാത്രമുണ്ട്, ഒരാൾ ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയത്തില്ല. എന്ന് വെച്ചാൽ അമ്മാരുടെ രീതി കൊണ്ട് പടം നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വിസിറ്റ് പടമാണ്. പിള്ളേരായിട്ട് പോയി കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. ഇതെന്തായാലും ഞാൻ പറയാം, നിങ്ങൾ തിയേറ്റർ റെക്കമെൻഡ് ചെയ്യുക, തിയേറ്ററിൽ തന്നെ പോയി കാണാം, അല്ലാണ്ട് ഒരിക്കലും കാണാൻ നിൽക്കരുത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. കണ്ടവരാണെങ്കിൽ കണ്ടിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി കാണാനാണെങ്കിൽ കണ്ടതിന് ശേഷം വന്നിട്ട് പറയാം. സോ എത്രയും പെട്ടെന്ന് പോയി കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ വാണം അല്ലെങ്കിൽ റീൽസിലെടുത്തിട്ടും പല ഫൈറ്റ് സീക്വൻസും പലതും. സോ അത് മിസ്സാക്കരുത്, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.